യുദ്ധം വേണം, യുദ്ധം അടിച്ച് തകർക്കണം. അതിർത്തിയിൽ എപ്പോഴെങ്കിലും ഒരു അശാന്തി ഉണ്ടായാൽ സുരക്ഷിതമായ അടച്ചുറപ്പുള്ള ചുറ്റുമതിലുകൾക്കുള്ളിലിരുന്നു കൊണ്ട് യുദ്ധകാഹളം മുഴക്കുകയും അടിച്ചു തകർക്കാനായി മുറവിളി കൂട്ടുകയും ചെയ്യുന്ന വീരശൂര പരാക്രമികളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. യുദ്ധം വേണം, അടിച്ചു തകർക്കണം, ആക്രമിക്കണം. ഈ വാക്കുകൾ വലിയ ആവേശത്തോടെ, വലിയ വികാര വിസ്ഫോടനത്തോടെ ഉപയോഗിക്കാറുണ്ട് നമ്മൾ, പങ്കുവെക്കാറുണ്ട് നമ്മൾ, ചർച്ച ചെയ്യാറുണ്ട് നമ്മൾ. ഒരു യുദ്ധത്തെ അവതരിപ്പിക്കുന്നത് പോലും ഒരു ക്രിക്കറ്റോ ഫുട്ബോളോ മാച്ചിൻ്റെ കമൻട്രി പറയുന്ന പോലെ പോലും ആകുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. യുദ്ധമല്ല, സമാധാനമാണ് വേണ്ടത് എന്ന് എപ്പോഴും പറയാറുണ്ട്. എന്നാൽ മറുവശത്ത് ദേശസ്നേഹത്തിൻ്റെ പേരിൽ, രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ യുദ്ധത്തിനായി മുറവിളി കൂട്ടുന്നവർ ഇനി പറയുന്ന കാര്യങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു യുദ്ധമുണ്ടായാൽ അത് വിതയ്ക്കുന്ന കനത്ത നാശനഷ്ടങ്ങളെക്കുറിച്ച്, യുദ്ധം തകർക്കുന്ന രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച്, സാംസ്കാരിക അടിത്തറയെക്കുറിച്ച്, യുദ്ധത്തിൻ്റെ കെടുതിയിൽ അതിൻ്റെ ഭീകരത അനുഭവിച്ച് കെട്ടിപ്പടുത്ത സ്വപ്നങ്ങളും ജീവനും ജീവിതവും ചുറ്റുപാടുകളും എല്ലാം തകർന്ന് മുറവിളി കൂട്ടുന്ന നിസ്സഹായരായ മനുഷ്യരെക്കുറിച്ച്. ഇങ്ങനെ ഒരുപാടുണ്ട്. ഇത് പറയുന്നത് ഒരിക്കലും തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യാനോ രാജ്യവിരുദ്ധമായോ അല്ല. പലപ്പോഴും യുദ്ധമല്ല, സമാധാനമാണ് വേണ്ടത് എന്ന് പറയുന്നവരെ രാജ്യവിരുദ്ധരായി, ദേശദ്രോഹികളായി മുദ്ര കുത്തുന്ന ഒരു തെറ്റായ പ്രവണതയും നമ്മുടെ ഇടയിലുണ്ട്. ആദ്യമേ പറയട്ടെ, തീവ്രവാദം, ഭീകരവാദം വലിയ തെറ്റാണ്, സമൂഹത്തിന് മേലുള്ള തിന്മയാണ്. അതുകൊണ്ട് തന്നെ തീവ്രവാദത്തെ തകർക്കുകയും അടിച്ചമർത്തുകയും ഇല്ലാതാക്കുകയും വേണം. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിലായാലും, ഏത് അതിർത്തിയുടെ പേരിലായാലും, ഏത് ഉത്തരവിൻ്റെ പേരിലായാലും, ഏത് മതത്തിൻ്റെ പേരിലായാലും, സംഘടനയുടെ പേരിലായാലും, സാഹചര്യത്തിൻ്റെ പേരിലായാലും, സമൂഹത്തിൻ്റെ പേരിലായാലും മറ്റുള്ളവരെ കൊല്ലുന്ന, അനാവശ്യമായി നിരപരാധികളുടെ ചോര കുടിക്കുന്ന, മറ്റൊരു രാജ്യത്തെ തകർക്കാൻ ഒരുമ്പെടുന്ന ഭീകരവാദം തെറ്റാണ്, തിന്മയാണ്. അത് സമൂഹവിരുദ്ധമാണ്, മാനുഷിക വിരുദ്ധമാണ്, രാജ്യവിരുദ്ധമാണ്, ലോകവിരുദ്ധമാണ്. അത് തകർക്കണം, അടിച്ചമർത്തണം, ഇല്ലായ്മ ചെയ്യപ്പെടണം. ഇതിൽ ഒരു തർക്കവുമില്ല. അത് പറഞ്ഞു നിർത്തിക്കൊണ്ട് തന്നെ കൂട്ടിച്ചേർക്കട്ടെ. എന്നാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ വിജയം, പരാജയം എന്നൊക്കെ ഉണ്ടെങ്കിലും രണ്ട് ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായേ തീരൂ. ഒരിക്കലും വിപരീതമായ രീതിയിൽ ഒരു യുദ്ധവും ലോക ചരിത്രത്തിൽ അവസാനിച്ചിട്ടില്ല. നാശം വിതയ്ക്കാതെ നന്മ വിതറിയ ഒരു യുദ്ധം പോലും ലോകചരിത്രമെടുത്ത് പരിശോധിച്ചാൽ എവിടെയും കാണാൻ കഴിയുകയില്ല. അതിൻ്റെ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ നിരവധി തർക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും യുദ്ധം നാശം വിതയ്ക്കുന്നത് തന്നെയാണ്. ഇനി ഈ ഒരു യുദ്ധത്തിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കാം. യുദ്ധം വേണമെന്ന് പറഞ്ഞ് വാക്കുകൾ കൊണ്ട് അണുബോംബ് ഇടുന്നവർ ഒന്ന് ചിന്തിക്കുക. സാധാരണക്കാരായ നിരപരാധികളായ ജനങ്ങൾ യുദ്ധം ചെയ്യുന്ന ഇരു രാജ്യങ്ങളിലും ഉണ്ടാകും. ഇവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരുടെ ജീവനുകൾ കുരുതി കൊടുക്കേണ്ടത്? തീവ്രവാദവും അക്രമവും അഴിച്ചുവിടുന്നവർ ഒരു ഭാഗത്തുണ്ടെങ്കിലും ഇതിനെയെല്ലാം എതിർത്തുകൊണ്ട് സാധാരണക്കാരായി രാജ്യസ്നേഹവും നന്മയുമായി ജീവിക്കുന്ന വലിയ വിഭാഗം ജനങ്ങൾ എല്ലാ രാജ്യത്തുമുണ്ട്. എന്നാൽ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ആക്രമണം എല്ലാ ദിശയിലേക്കും വ്യാപിക്കും. സാധാരണക്കാരും നിരപരാധികളും കുരുതി കഴിക്കപ്പെടും. അണുബോംബിടണം ശത്രുവിൻ്റെ മേലെന്നൊക്കെ നമ്മൾ കൊട്ടിഘോഷിക്കുമ്പോൾ നമ്മുടെ സമൂഹ മാധ്യമ പേജുകളിലും നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുമൊക്കെ ഇരുന്ന് വാദോരാതെ പ്രസംഗിക്കുകയും എഴുതി വിടുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചാനൽ സ്റ്റുഡിയോകളിലിരുന്ന് കമൻ്ററി പോലെ യുദ്ധത്തെ ആഘോഷിക്കുമ്പോൾ, മരണങ്ങൾ വെറും സംഖ്യകളും കണക്കെടുപ്പും സ്കോർ ബോർഡുമായി മാറുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു അണുബോംബ് വീണാൽ ജനിക്കാനിരിക്കുന്ന തലമുറയെ പോലും അത് ബാധിക്കും. ഒരു തെറ്റും ചെയ്യാത്ത നിരവധി ജീവനുകളെ അത് ബാധിക്കും. ഹിരോഷിമയും നാഗസാക്കിയുമൊക്കെ അതിനുള്ള കൃത്യമായ ഉദാഹരണങ്ങളാണ്. എത്രയോ കാലമാണ് ഒരു അണുബോംബിൻ്റെ ഭീഷണിയും ഭീതിയും അതിൻ്റെ പരിണിത ഫലങ്ങളും നിരവധി ജനങ്ങൾ അനുഭവിച്ച് തീർക്കേണ്ടി വരുന്നത്. ഇത്തരത്തിൽ യുദ്ധത്തെ ന്യായീകരിക്കാൻ ഒരുപാട് പേർ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മുന്നോട്ട് വരുമെങ്കിലും ലോകത്തിന് വേണ്ടത് യുദ്ധമല്ല, സമാധാനമാണ്. യുദ്ധത്തെക്കുറിച്ച് തോമസ് ജെഫേഴ്സൺ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: വാർ ഇസ് ആസ് മച്ച് ആസ് എ പണിഷ്മെന്റ് ടു ദ പണിഷർ ആസ് ഇറ്റ് ടു ദ സഫർ. അതായത് ആരൊക്കെ തന്നെ യുദ്ധത്തിൽ ഏർപ്പെട്ടാലും ഇരുവശത്തും
ഇരുവിഭാഗങ്ങളിലും കനത്ത നാശനഷ്ടം കൃത്യമായി ഉണ്ടായിരിക്കും. നമ്മൾ ലോകചരിത്രം പരിശോധിച്ചാൽ യുദ്ധം കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. യുദ്ധത്തിന് വേണ്ടി ആക്രോശിക്കാനും ആർപ്പ് വിളിക്കാനും വെല്ലുവിളിക്കാനും കൊലവിളിക്കാനും ഒക്കെ തോന്നുമ്പോൾ നിരപരാധികൾ കുരുതി കഴിക്കപ്പെടും, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർക്കപ്പെടും, രാജ്യത്തിൻ്റെ പുരോഗതിയും വളർച്ചയും ഇല്ലാതാകും, നിരവധി ജീവനുകളും ജീവിതങ്ങളും സ്വപ്നങ്ങളും അകാലമധ്യേ പൊലിയും. ഇതൊക്കെയാണ് യഥാർത്ഥത്തിലെ പരിണിത ഫലങ്ങൾ. അത് ഒരിക്കലും ഒരു വിജയമല്ല. യുദ്ധമല്ല നമുക്ക് വേണ്ടത്. യുദ്ധങ്ങൾ ഒഴിവാകട്ടെ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകൾ ചിതറിക്കപ്പെടട്ടെ. സമാധാനം, സ്നേഹം, സാഹോദര്യം, അതാണ് മനുഷ്യൻ, അതാണ് സമൂഹം, അതാണ് മനുഷ്യത്വം.